KP Peter, Regional Chairperson, Aldo Saiz, Club Secretary, Girish Rasha, Tony, Incoming President, Tangan P, Secretary, Trisha, and our invited guest, Area Coordinator, Sijo Jacob and KC Matthews, dear invited guest, and my dear members in LANSF. 2024-25 ലേണസ്റ്റിക് ഇയർ പെട്ടെന്നങ്ങ് പോയ പോലെ തോന്നും. ഒരു വർഷം വളരെ പെട്ടെന്ന് പോയ പോലെ തോന്നും. ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുകയും അതുപോലെ ആസ്വദിക്കുകയും ചെയ്തൊരു വർഷമായിരുന്നു 2024-25. ഒരു ലയൺസ് ക്ലബ്, പ്രത്യേകിച്ച് കോതമംഗലം ഈസ്റ്റ് ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനം കൊണ്ട ഒരു വർഷമാണ് 2024-25. യു മേ ഡിലേ ബട്ട് ദ ടൈം വിൽ നോട്ട്. പ്രശസ്ത ചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വേർഡാണ്. യു മേ ഡിലേ ബട്ട് ദ ടൈം വിൽ നോട്ട്. സമയം ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ ഒരുപക്ഷെ താമസിച്ചേക്കാം, ബട്ട് ദ ടൈം വിൽ നോട്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം കോതമംഗലം ഈസ്റ്റ് ലയൺസ് ക്ലബിൻ്റെ പേര് ഡിസ്ട്രിക്ട് 318 അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് ഇറങ്ങിപ്പോരുക എന്നതായിരുന്നു എൻ്റെ ഒരു ദൗത്യം. അത് ഹ്യൂമാനിറ്റേറിയൻ പ്രോജക്റ്റ് ആണെങ്കിലും കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റ് ആയാലും ഈവൻ പ്രോഗ്രാംസ് ആണെങ്കിലും ഡിസ്ട്രിക്ട് 318 നമ്മുടെ ഒരു മാർക്ക്, നമ്മുടെ ഒരു സിഗ്നേച്ചർ അവിടെ പതിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം ഡിസ്ട്രിക്ട് 318 173 ക്ലബ്ബുകളിൽ 4ാം സ്ഥാനം, ഓവറോൾ റാങ്കിൽ 4ാം സ്ഥാനം നമ്മുടെ ക്ലബിന് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതിവിടെ ഇരിക്കുന്ന PSTയുടെ മാത്രം കഴിവൊന്നുമല്ല. ആ ഒരു വിജയം നമ്മുടെ ലയൺസ് ക്ലബ് കോതമംഗലം ഈസ്റ്റിലെ ഓരോ മെമ്പർക്കും ഉള്ളതാണ്. ഓരോ മെമ്പറും അർഹിക്കുന്നത് തന്നെയാണ്. ഞാൻ ഒരിക്കലും സമയക്കുറവുണ്ട്, ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റുകളോ ചെയ്ത കാര്യങ്ങളോ ഒന്നും എടുത്തു പറഞ്ഞ സമയം കളയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച 2-3 കാര്യങ്ങൾ മാത്രം പറയുവാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്ത ഹ്യൂമാനിറ്റേറിയൻ പ്രോജക്റ്റ് 5 വീടുകളാണ് കോതമംഗലം ഈസ്റ്റ് ക്ലബിന് കഴിഞ്ഞ വർഷം പണിത് കൊടുക്കാനായിട്ട് സാധിച്ചത്. അതിൻ്റെ മുൻനിരയിൽ തീർച്ചയായും നിന്നിട്ടുള്ളത് നമ്മുടെ ഗിരീഷും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോർജ് എടപ്പാറ ചേട്ടനുമാണ്. നമ്മൾ 4 വീട് കംപ്ലീറ്റ് പണി തീർന്നു. അവരവിടെ കയറി താമസിച്ചു. ഒരു വീടിൻ്റെ വർക്ക് കഴിഞ്ഞ് ഫൈനൽ കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പ്രിയപ്പെട്ട സെക്രട്ടറി ഗിരീഷും ടോണി ചേട്ടനും ജോർജ് എടപ്പാറയും ആ വീടുകളിൽ സന്ദർശിക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികളുടെ കണ്ണിലെ ആ സന്തോഷം മാത്രം മതി നമുക്ക് ഏവർക്കും അഭിമാനിക്കാം നമ്മൾ ഒരു ലയൺ മെമ്പറായതിൽ. ആ ഒരു അഭിമാനം, അതാണ് ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചത്. 5 വീടുകൾ നമുക്ക് പണിത് കൊടുക്കാനായിട്ട് സാധിച്ചു. ഒരു സാധാരണക്കാരായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും അത് സാധിക്കില്ല. ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നുവെങ്കിൽ നമുക്കത് സാധിക്കില്ല. ബി എ പാർട്ട് ഓഫ് ലയൺ, അതുകൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചത്. അടുത്തൊരു കാര്യം, കമ്മ്യൂണിറ്റി സർവീസ് പ്രോജക്റ്റായ കോതമംഗലം KSRTC സ്റ്റാൻഡിൽ സ്ത്രീകൾക്ക് ഇരിക്കാനും ആവശ്യമായ ഇരിപ്പിടം നമ്മുടെ മദർ ക്ലബ്ബായ കോതമംഗലം ഗ്രേറ്റർ ക്ലബിൻ്റെ സഹായത്തോടു കൂടി 2 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മൾ KSRTC സ്റ്റാൻഡിൽ ചെയ്ത് തീർക്കുവാനായിട്ട് സാധിച്ചത്. അത് നമ്മുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറായ ലയൺ രാജൻ M. നമ്പൂതിരിയുടെ ശ്രീധര്യം ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയത്. കോതമംഗലം ഗ്രേറ്റർ ക്ലബിൻ്റെ സഹായത്തോടെ നമ്മളുടെ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ VSൻ്റെ വിയോഗം മൂലം അത് മിനിസ്റ്ററുടെ ഡേറ്റ് മാറ്റിവെക്കുകയായിരുന്നു ഉദ്ഘാടനം. വരും ദിവസങ്ങൾ അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കോതമംഗലത്ത് ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചതും അതാണ്. കോതമംഗലത്തും ഡിസ്ട്രിക്ട് 318 കോതമംഗലം ഈസ്റ്റ് ലയൺസ് ക്ലബിൻ്റെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുക, അതിന് പറ്റിയ ഒരു പ്രോജക്റ്റായിട്ട് തന്നെയാണ് ഈ വർഷം ക്ലബ്ബ് അത് കണ്ടത്. ഏറ്റവും നല്ല പ്രോജക്റ്റായിട്ട്, ഇമേജ് ബിൽഡിംഗ് പ്രോജക്റ്റായിട്ട് ഡിസ്ട്രിക്ട് 318 അത് സെലക്ട് ചെയ്യപ്പെടുകയുണ്ട്. 3ാമത്തെ കാര്യം LCIF. നമ്മൾ 6 വർഷം പിന്നിട്ടു. ഇന്ന് 7ാമത്തെ ഭരണസമിതിയാണ് ഇവിടെ ചാർജ് എടുക്കുന്നത്. ഇതുവരെ LCIF എന്താണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. ആ ഒരു സമയത്താണ് $2000 നമ്മുടെ ക്ലബിൽ നിന്നും LCIFലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം DG വിസിറ്റ് നടത്തിയപ്പോൾ
അത് പ്രത്യേകം DG അത് പറയുകയും ആ ഫണ്ടിലേക്ക് ഇമ്മീഡിയറ്റ്ലി 10 മെമ്പർമാർ $100 വെച്ച് ചെയ്യാൻ സ്പോട്ടിൽ തയ്യാറായി എന്നുള്ളത് ഏറെ അഭിമാനം, എനിക്കൊരു പ്രസിഡന്റ് എന്ന നിലയിൽ ഏറെ അഭിമാനം തരുന്ന കാര്യം തന്നെയാണ്. നമ്മൾക്ക് അതിലേക്ക് $2000 സംഭാവന ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ എമൗണ്ട് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫണ്ടാണ്. ഈവൻ വയനാട് ദുരന്തം പോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ആവശ്യമുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫണ്ടാണ് LCF, ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഫണ്ട്. ആ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരെയും ഓണർ ചെയ്യാൻ കൂടി ഞാൻ പിന്നീട് സമയം അതിനുവേണ്ടി സെപ്പറേറ്റ് കണ്ടെത്തുന്നുണ്ട്. വളരെ എൻ്റെ ബോട്ടം ഓഫ് മൈ ഹെഡ് സിൻസിയർ താങ്ക്സ് ടു ഓൾ കോൺട്രിബ്യൂട്ടേഴ്സ് ടു LCIF. പിന്നീട് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മൾ 6 വർഷം കഴിഞ്ഞു. നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള നമ്മുടെ മെമ്പർ മേരി ദാസിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റിംഗ് ആരംഭിച്ചത്. വളരെ ചെറിയ മുറിയായിരുന്നു, സൗകര്യങ്ങൾ കുറവായിരുന്നു. പിന്നീട് കോവിഡ് കാലമായി അതങ്ങനെ പോയി. സ്വന്തമായി ഒരു ഓഫീസ് എന്നൊരു സംവിധാനം അത് വേണമെന്ന് എല്ലാ വർഷവും നമ്മൾ പറയാറുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് എന്തോ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടി എന്ന് തന്നെ വിചാരിക്കുന്നു. ഏറ്റവും അവസാന മൊമെന്റിലാണ് ഒരു ലയൺസ് ക്ലബിന് സ്വന്തമായി ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു ബിൽഡിംഗ് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. മേരിദാസിൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് നമ്മുടെ ലയൺ ഷാജു ആൻ്റണിയുടെ ഓഫീസിൽ കുറേ നാൾ പ്രവർത്തിച്ചു. തീർച്ചയായും ഷാജു ആൻ്റണിക്കും മേരിദാസിനും നല്ലൊരു കൈയടിക തന്നെ കൊടുക്കണം. കാരണം അവരൊന്നും ഒരു പ്രതിഫലവും മേടിക്കാതെ നമ്മളെ മീറ്റിങ്ങുകൾക്ക് എല്ലാം അവിടെ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യമാണ് ഇത്രയും നാളത് ലയൺ മേരിദാസിനും അതുപോലെ തന്നെ ഷാജു ആൻ്റണിയും ഒരുക്കി തന്നിട്ടുള്ളത്. സിൻസിയർ താങ്ക്സ് ടു ലയൺ മേരിദാസൻ ആൻഡ് ലയൺ ഷാജു ആൻ്റണി. തീർച്ചയായിട്ടും ഈ 1 വർഷക്കാലം കഴിയുമ്പോൾ, ഒരു വർഷത്തേക്കൊന്ന് കാലം കഴിഞ്ഞ് അഭിമാനത്തോടെ പടിയിറങ്ങുമ്പോൾ ഇന്ന് സ്ഥാനം ഒഴിഞ്ഞ് പ്രിയപ്പെട്ട നമ്മുടെ തങ്കച്ചേർന്ന സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കും. കറക്റ്റ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 11-ാം തീയതി ഇതേ വേദിയിൽ വെച്ചാണ് ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത്. 1 വർഷവും 4 ദിവസവും കഴിഞ്ഞ് അതേ വേദിയിൽ വെച്ച് തന്നെ തീർച്ചയായിട്ടും സ്ഥാനം ഒഴിഞ്ഞ് പ്രിയപ്പെട്ട തങ്കച്ചേർന്ന് ആ സ്ഥാനം കൈമാറാൻ തീർച്ചയായും സന്തോഷം തന്നെയുണ്ട്. എന്നോടൊപ്പം പ്രവർത്തിച്ച, തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സെക്രട്ടറി ട്രഷറർ ഗിരീഷിനെ പറ്റി രാജസാറ് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അപ്പം തന്നെ ചോദിച്ചു, സന്തോഷമായില്ലേ അരുണായിട്ട്? അത് ചോദിച്ചു. അപ്പോൾ ഗിരീഷ് പറഞ്ഞു സന്തോഷമായി. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ പുകഴ്ത്തി പറയുന്നില്ല. പ്രിയപ്പെട്ട ഗിരീഷാണ് ഏറ്റവും എല്ലാ കാര്യത്തിനും കൂടെ നിന്ന്, എന്തു പറഞ്ഞാലും കൂടെ നിന്ന് ചെയ്യുവാനായിട്ട് നമുക്ക് ഏറെ സപ്പോർട്ട് ചെയ്തത്. നല്ലൊരു കൈഡി, അർഹിക്കുന്ന കൈഡി തന്നെയാണ് അദ്ദേഹം. അതുപോലെ ടോണിച്ചേട്ടൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അക്കൗണ്ടുകൾ കൈകാര്യം. അത് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ അത് കൺവിൻസ്. കാരണം ഞാൻ ഇന്നലെ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത്, ഞങ്ങൾ ഓഫീസിലിരുന്ന് കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോൾ ആരും ഒരു ട്രഷറാറും ഇന്നേ വരെ അതുപോലെ അക്കൗണ്ട് കൈകാര്യം ചെയ്യാറില്ല. അഡ്വാൻസ് ചെയ്യുന്നത് വളരെ പക്കയായിട്ട് അഡ്വാൻസ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള നല്ല സിസ്റ്റമാറ്റിക് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം തന്നെയാണ് പ്രിയപ്പെട്ട ടോണിച്ചേട്ടൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അക്കൗണ്ടിങ് ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് അത് കൈമാറുന്നില്ല, ഡയറക്റ്റ് ബോർഡിൽ അത് എല്ലാ മെമ്പേഴ്സിനും കൊടുക്കുന്നത് തന്നെയായിരിക്കും. പ്രിയപ്പെട്ട ടോണിച്ചേട്ടനോടുള്ള നന്ദി കൂടി അറിയിക്കുന്നു. ഒരിക്കലും ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഒരു PST മാത്രം വിചാരിച്ചാൽ ദ ലീഡർ കനോട്ട് സക്സീഡ് എലോൺ എന്ന് പറയുന്ന പോലെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പാസ്റ്റ് പ്രസിഡന്റ്മാർ, ഈ ക്ലബിലെ പാസ്റ്റ് പ്രസിഡന്റ്മാർ ബിനോയ് തോമസ്, തീർച്ചയായും രാജുജി, ജോർജ് എടപ്പാറ അടക്കമുള്ള പാസ്റ്റ് പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ എല്ലാ ഡയറക്റ്റ് ബോർഡ് മെമ്പേഴ്സും വളരെയധികം സ്നേഹമുണ്ട്. നമ്മൾ പുതിയ ഓഫീസ് തുടങ്ങിയപ്പോൾ എല്ലാ മെമ്പേഴ്സിനോടും ഒരു ചെയർ അതിലേക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് ബോർഡ് എല്ലാവരും ഒരു ചെയർ അതിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയുണ്ടായി. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ശരിക്കും കോതമംഗലം ഈസ്റ്റ് ക്ലബിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ട സജീവ് അതിൽ 20,000 രൂപയിൽ കൂടുതൽ മുടക്കങ്ങൾക്ക് 2 ടേബിളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാര്യം. അതുപോലെ സഹായിച്ചിട്ട് ഒരു ഫ്രിഡ്ജ് കൊടുക്കാമെന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സറിഞ്ഞ് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സറിഞ്ഞ് സഹായിക്കുന്ന എല്ലാ ബോർഡ് മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇത് മാത്രമല്ല, ഓരോ പ്രോഗ്രാമിന് വിളിക്കുമ്പോഴും പോകാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സ് എന്താണ് ലയണിസം എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പ്രിയപ്പെട്ട പ്രസിഡന്റ് എലക്ട് തങ്കച്ചാനോട് പറഞ്ഞു 39 പേരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷം അഡ്ലക്സിലേക്ക് പോകാനായിട്ട്. 44 പേര് രജിസ്റ്റർ ചെയ്തിട്ട് ലാസ്റ്റ് 46 പേര് വന്നു. പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മെമ്പേഴ്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.